നമുക്കറിയാം ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് വലിയ തോതിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുകയാണ്. ഈ പാട്ടിന് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തിരുവാഭരണ സംരക്ഷണ സമിതിയോ തിരുവാഭരണ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഘടനകളോ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. ബോംബ് പടക്കമായി, സ്വർണം ചെമ്പായി, പാട്ട് കേസായി. പിണറായി സർക്കാർ അല്ലാതെ വേറെ ആര് സഖാക്കളെ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയപ്പോൾ അയ്യപ്പനോട് ബഹുമാനം, പാരഡിപ്പാട്ടിൽ കേസ്. അയ്യപ്പന്റെ സ്വർണം കട്ടതും ലോഹപാളികൾ അടിച്ചു മാറ്റിയതും ജയിലിൽ കിടക്കുന്നവരും ഇനി അകത്ത് പോകാനുള്ളവരും സഖാക്കൾ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമംഗലവും ഒക്കെ ഉണ്ട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ഇവരാണേ എന്ന് വിളിച്ചു പറയുന്ന പാരഡി പാട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ഇതിൽ ഏറ്റവും രസമുള്ള വരികളെ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ലോഹം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഈ വരികൾ ഇടതുപക്ഷത്തെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞു. പിന്നെ നമ്മുടെ പോലീസാണല്ലോ, അതുകൊണ്ട് തന്നെ കേസെടുത്താൽ എന്താ? കേസെടുത്തതേ ഓർമ്മയുള്ളൂ. അറിയാത്തവർ കൂടി അറിഞ്ഞു, പാടാത്തവർ കൂടി പാടി. അപ്പൊ നൈസ് പരിപാടി. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനുമേൽ പരാതിയും ചർച്ചയും വേണ്ടെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനം. ഗാനത്തിനെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചേക്കും. പാട്ടൊക്കെ പലതും വിമോചന സമരത്തിന് എന്തെല്ലാം പാട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പാട്ട് വിമോചന സമരകാലത്ത് 59 അത് ജനിച്ചില്ല. ഇതിനെ യു ടേൺ എന്നല്ല, പേടിച്ചോടി എന്നാണ് പറയേണ്ടത്. എന്തായാലും പാട്ട് സൂപ്പർ ഹിറ്റാക്കിയ CPMന് അഭിനന്ദനങ്ങൾ. എത്ര കേസെടുത്താലും അയ്യപ്പന്റെ സ്വർണം കട്ടതേ സഖാക്കൾ തന്നപ്പ. ഈ പാട്ട് ഇത്രയും പോപ്പുലർ ആക്കിയ ലവന്മാർക്ക് ഒരു കുതിരപ്പവൻ കൊടുക്കണം. പിണറായി പോലീസിന്റെ അവസ്ഥയാണ് അവസ്ഥ. മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൈക്ക് മൂളിയതിന് വിചിത്രമായ കേസെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിപ്പിച്ച് തടിതപ്പിയ പോലീസാണ്. 2 വർഷത്തിനിപ്പുറം പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത് വീണ്ടും തടി തപ്പാൻ പറ്റുമോ എന്നും പറഞ്ഞ് ആലോചിച്ചുള്ള ഇരിപ്പ്. കറുപ്പിനെ പേടി, മൈക്കിനെ പേടി, 4 വരി പാട്ടിനെയും പേടി. വലിയ കാര്യത്തിലൊക്കെ കേസെടുത്തു. കേസും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് കോടതിയിലേക്ക് എത്തണമല്ലോ. കോടതിയിൽ എത്തുമ്പോൾ ഉത്തരം പറയണ്ടേ? കോടതിയിൽ പണി പാളുമെന്നായപ്പോൾ ഇനി കേസെടുക്കണ്ട കേട്ടോ, ഉള്ളതൊക്കെ മതി എന്ന് ADGPയുടെ നിർദ്ദേശം. ജില്ലാ പോലീസ് മേധാവിമാർക്കൊക്കെ നിർദ്ദേശം എത്തിയിട്ടുണ്ട്. നിലവിലെ കേസ് കൂടി എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. പിന്നെ ഒരു കാര്യം സാറേ, ഇരുട്ടിൻ്റെ മറ പിടിച്ച് 2 പേരെ സന്നിധാനത്തേക്ക് തിരുകി കയറ്റിയപ്പോൾ വ്രണപ്പെട്ട അത്രയൊന്നും 2 വരി പാട്ട് കൊണ്ട് ഒരു ഭക്തനും വ്രണപ്പെട്ടിട്ടില്ല. അയ്യപ്പനെ ആർത്തവ രക്തത്തിൽ വരച്ച് അപമാനിച്ചവരാണ് ഇപ്പോൾ അയ്യപ്പ പ്രേമവുമായി നടക്കുന്നത്. അതും ആരും മറന്നിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ തീരേണ്ട പാട്ടായിരുന്നു. ഈ കമ്മി കുഞ്ഞുങ്ങൾ കാരണമേ ക്രിസ്മസും ന്യൂ ഇയറും കഴിഞ്ഞ് പാർട്ടിയുടെ അന്ത്യയാത്രാ സോങ്ങായി മാറുമോ എന്നാണ് ഇപ്പൊ എല്ലാവരും സംശയിക്കുന്നത്.